അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ 10ാം ദിവസം പുരോഗമിക്കുകയാണ്. ലോങ് ആം ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് ആ ലോറിയുള്ള ഭാഗത്ത് നീക്കി മറ്റൊരിടത്തേക്ക് നീക്കുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇന്നലത്തേതിലും കൂടുതൽ ആ എക്സ്കവേറ്റർ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. ഇന്നലെ ഏറ്റവും മുകളിൽ മറ്റ് JCBകളുള്ള ഇടത്തായിരുന്നു എക്സ്കവേറ്റർ ഉണ്ടായിരുന്നതെങ്കിൽ അല്പം കൂടി താഴേക്ക് പാത വെട്ടി അത് താഴേക്ക് എത്തിച്ചിട്ടുണ്ട് എക്സ്കവേറ്റർ എന്നുള്ളത് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നു. എന്താണെങ്കിലും അവിടെ വലിയ മഴയുണ്ട്, കനത്ത മഴയാണ്, ഒപ്പം കനത്ത കാറ്റുമുണ്ട്. ഈ മഴയും കാറ്റുമൊക്കെ ഈ ദൗത്യത്തിന് പ്രതികൂലമാകുന്നുണ്ടെങ്കിൽ പോലും അതിനെ തരണം ചെയ്തുള്ള ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിൽ യാതൊരു കുറവും വരുത്തുന്നില്ല. വിഘാതം അതിനുള്ള അനുവാദവുമില്ല. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം ആ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നു. അദ്ദേഹവും ആ ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങി പരിശോധനകൾക്ക് നേതൃത്വം നൽകുകയാണ്. വിലയിരുത്തൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായി എങ്ങനെ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതിൽ ഒരു പൊതു ബ്രീഫിംഗ് ആണ് വേണ്ടിവരിക. പ്രത്യേകിച്ചും അവിടെ നാവികസേനയും കരസേനയും NDRFും ഉൾപ്പെടെയുള്ള സംഘങ്ങളുടെ ടീം പ്രവർത്തിക്കുന്നതിനാൽ ഒരു ഇൻ ടോട്ടൽ മീറ്റിംഗ് തന്നെ അവിടെ നടക്കേണ്ട സാഹചര്യമുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനത്തിലേക്കാണ് പോവുക. ലോറി കെട്ടി വലിച്ച് നീക്കുകയാണോ അല്ലെങ്കിൽ പ്രഥമ പരിഗണന അത് അർജുനെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഈ സ്കൂബ ഡൈവേഴ്സിനെ നേരിട്ട് അവിടെ എത്തി അർജുനെ കരക്കെത്തിക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ അത് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. അതിലൊരു വിലയിരുത്തൽ, അതിൻ്റെ ഒരു ഉത്തരം ദൗത്യ സംഘങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. ഇന്ദ്രബാലൻ സംഘവും ഇതിനോടകം ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മേജർ രവി നമ്മോടൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. സർ, നമ്മൾ ഈ ദിവസങ്ങളായി നമ്മൾ സംസാരിക്കുന്നു ഇക്കാര്യങ്ങൾ. ആ ദൗത്യത്തിലേക്ക് നമ്മൾ അത് പൂർണ്ണതയിലേക്ക് എത്തുന്നു എന്നാണ് കരുതുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് ആ ലോറി തെളിഞ്ഞു കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെയുള്ളവർ അവിടെ കഠിന പ്രയത്നം നടത്തുന്നുമുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ അതിലൊരു ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി എന്ത് വേണം പ്ലാൻ തീരുമാനിക്കാൻ. എന്താണ് ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ താങ്കൾക്ക് തോന്നുന്നത്? എങ്ങനെയായിരിക്കും ഈ മിഷൻ അത് പൂർത്തീകരിക്കാൻ കഴിയുക? ഇപ്പൊ ആദ്യമായിട്ട് എനിക്ക് ജനങ്ങളോടും TV ചാനലുകാരോടും ഒരു റിക്വസ്റ്റ്, എനിക്ക് ജനറൽ ഇന്ദ്രബാലന്റെ അവിടെ നിന്ന് വന്നിരിക്കുന്ന ഒരു മെസ്സേജ് ആണ് ഞാൻ ആദ്യം കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. അദ്ദേഹത്തിന്റെ മൊബൈല് ഓഫ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ഇപ്പൊ അവിടെ നിൽക്കുന്ന സ്ഥലത്ത് മൊബൈൽ ഓഫ് ചെയ്യാൻ പറ്റാത്തും, പിന്നെ എല്ലാ ചാനലുകാരും വിളിക്കുന്ന സമയത്ത് റിംഗ് അടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റില്ല. 4 മണി വരയ്ക്ക് അദ്ദേഹം റിയാക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിന്റെ ബാറ്ററി ഈ സെർച്ചുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണത്. അതുകൊണ്ട് അദ്ദേഹം മൊബൈൽ യൂസ് ചെയ്യില്ല. അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല മൊബൈൽ എടുക്കാത്തത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഈ ഇൻഡിജീനിയസ് അഡ്വാൻസ് ആയിട്ടുള്ള സെർച്ച് എക്യുപ്മെന്റുമായിട്ട് പോയിട്ട് ഇപ്പൊ ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് ഇന്ന ഏരിയയിൽ ഉണ്ടെന്നുള്ളത്. അപ്പൊ എന്താണ് ഈ അഡ്വാൻസ് ഡിറ്റക്ടർ സിസ്റ്റം ഇൻഡിജീനിയസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഇന്ത്യനൈസ് ആയിട്ട് ഉണ്ടാക്കുന്ന GPS സിസ്റ്റമാണത്. ആ സിസ്റ്റം എന്ന് പറയുന്നത് ഫോറിൻ GPS സിസ്റ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഏരിയ ആണ് കവർ ചെയ്യുന്നത്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഈവൻ ഡെപ്ത് അടക്കം മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു GPS സിസ്റ്റമാണ്. അതാണ് ഇപ്പൊ നമ്മൾ ഇന്ദ്രബാലൻ സാറ് അവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നത്, ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുപോയിട്ട് അവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള സർവീസ് എന്ന് പറയുന്നത് മച്ച് മോർ അഡ്വാൻസ്ഡ് ആയിരിക്കും. ഇപ്പോഴത്തെ പ്രസന്റ് സിനാരിയോ അപ്പർ കറണ്ട് എന്ന് പറയുന്നത്, മുകളിൽ കാണുന്ന കറണ്ട്, വെള്ളത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 7 നോട്ടിക്കൽ മൈൽസ് ആണ്. അപ്പൊ 7 നോട്ടിക്കൽ മൈൽസ് എന്ന് പറയുന്നത് സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ പറ്റും. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു റിസ്ക് എടുക്കുന്ന ഒരു കമാൻഡോന് 2 നോട്ടിക്കൽ മൈൽ കറണ്ട് ഉള്ളിടത്ത് അവർക്ക് പോയിട്ട് ഇറങ്ങി സെർച്ച് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് 7 നോട്ടിക്കൽ മൈൽ മുകളിലുണ്ടെങ്കിൽ അതിന്റെ 1/3 കൂടെ നിങ്ങൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർ കറണ്ട് എന്ന് പറയുന്നത് മിനിമം 10 to 12 നോട്ടിക്കൽ മൈൽസ് ആയിരിക്കും. ഇത് ഹ്യൂമൻലി മനുഷ്യപരമായിട്ട് ഇത് ഒരിക്കലും നമുക്ക് അകത്തോട്ട് കയറി ചെന്നിട്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തത്, വെള്ളത്തിന്റെ പൊസിഷൻ ഇത് ക്ലിയർ വാട്ടർ അല്ല. അപ്പൊ ഇത്രയും ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇത്രയും മക്കിയായിട്ടുള്ള, മക്കി എന്ന് പറഞ്ഞാൽ മണ്ണ് കലങ്ങിയിട്ടുള്ള ഇതിനകത്ത് കയറുന്ന ആള് ഗോഗിൾസ് ഇട്ട് കയറി പറയുന്നത് 0 ആയിരിക്കും. സോ ആ വിസിബിലിറ്റി കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുമെന്ന് വെച്ചാൽ സാധിക്കില്ല. പിന്നെ ഈ കറണ്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇത്രയും കൂടുതലായതുകൊണ്ട് ആ ഗ്ലാസിന് മുകളിൽ, കണ്ണിന്റെ മുകളിലിട്ടിരിക്കുന്ന ആ ഗ്ലാസ് പോലും അതിനെ താങ്ങാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പം
ഈ സ്പീഡ് ഏകദേശം ഒരു 1 to 2 വന്നു കഴിഞ്ഞാൽ വരുന്ന സമയത്ത് നമുക്കൊരു റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഒരു കമാൻഡോ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഇതാണ് ഇപ്പം ഞാനും അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് ഇത് തന്നെ. കാരണം സ്കൂബ ഡൈവിംഗിൽ നമ്മൾ ചെയ്യുന്നത് ഒരു നോട്ടിക്കൽ മൈൽ 1.5 to 2 വരയ്ക്കൊക്കെ ഓക്കെ. പക്ഷെ 3 എന്ന് പറയുന്നത് പോലും വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട സിറ്റുവേഷൻ, മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വാട്ടർ കറന്റ് ഇത്രയും കൂടുതലായതുകൊണ്ട് ഈ സമയത്ത് അവർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വെയിറ്റ് ചെയ്യുന്ന സമയം നിങ്ങൾ ആര് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ജനങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട്, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി എല്ലാവരും സഹകരിച്ചു കഴിഞ്ഞാൽ, അവർക്കിപ്പം ഇന്ദ്രവാലിന്റെ റിക്വസ്റ്റ് എത്രയുണ്ടായിരുന്നത്, സാർ ഒന്ന് പറയണം, എന്റെ ബാറ്ററി പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുന്നത് ഞാൻ ഇതിൽ കൂടിയാണ് GPS കണക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും 4 മണി വരയ്ക്ക് അദ്ദേഹത്തെ വിളിച്ച് ശല്യം ചെയ്യാതെ. ന്യൂസ് 18 ഉറപ്പായിട്ട് നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് ഫോണിൽ വിളിക്കാനുള്ള ശ്രമം നടത്തില്ല. ശ്രീ മേജർ രവി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ പുഴയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് അത് അതിശക്തമാണ്. കുത്തിയൊലിച്ചു പോകുന്ന ഒരു അടിയൊഴുക്കാണ് അവിടെ എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കരയിൽ നിന്നുകൊണ്ടുള്ള ഒരു സാധ്യതയുണ്ടോ? അവിടേക്ക് കൂടുതൽ ആഴത്തിൽ JCB കൊണ്ട് മണ്ണ് നീക്കി ലോറിയിലേക്ക് എത്തുന്ന ആ ഒരു സാധ്യത താങ്കൾക്ക് എത്രത്തോളം പോസിറ്റീവായി തോന്നുന്നുണ്ട്? ആദ്യമായിട്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ഇത്രയും ദിവസം ഞാനങ്ങനെ വന്നിട്ട് തന്നെ, കാരണം എനിക്ക് എന്റേതായിട്ടുള്ള കുറെ തിരക്കുകളും കാര്യങ്ങളും ഇതൊക്കെ ഡിസ്കഷൻ പലതും നടന്നുകൊണ്ടിരുന്നു. ഒന്നാമത്തെ ഈ മലയിടിച്ചിൽ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ബോഡി, ഒരു ലോറി എന്ന് പറയുന്നത് നല്ല ഹെവി ആയിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ നിൽക്കുന്ന ലോറി, അതിനെ ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ് അത് നിൽക്കുന്നത്. താഴത്തോട്ട് ഭൂമിയുടെ വലിപ്പമുള്ളത് കൊണ്ട് അതങ്ങനെ നിൽക്കുന്നത്. ഈ സമയത്ത് മുകളിൽ നിന്നൊരു മലയിടിഞ്ഞ് വരുന്ന എന്നത് ഭ്രമണപഥത്തിൽ നിന്ന് വരുന്ന ആ ഒരു സ്പീഡും അതിൻ്റെതായിട്ടുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ആദ്യം ഈ മണ്ണ് വരുന്നത് അതിന് ലോറിയുടെ മുകളിൽ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കില്ല. അത് ആദ്യം തള്ളും ഈ ലോറി. അപ്പൊ എനിക്ക് അവിടുത്തെ ഈ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അറിയാത്തതുകൊണ്ടായിരുന്നു എനിക്കൊന്നും പറയാൻ പറ്റാതിരുന്നു. ഇപ്പോഴാണ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഞാൻ കാണുന്നത്. റോഡിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ റിവർ കിടക്കുന്നത്, 300 മീറ്റർ വീതിയുള്ള റിവർ കിടക്കുന്നത്. അപ്പൊ അന്ന് തന്നെ ഇത് തള്ളിയിട്ട് റിവറിലോട്ട് പോയി കാണും. പിന്നെ ഈ ലോറിയുടെ ഇത്രയും വലിയ വെയിറ്റ് ആയതുകൊണ്ട് അത് ഒലിച്ചു പോയിട്ടില്ല. അണ്ടർ കറന്റ് എത്ര ഉണ്ടോ അത് ആ ഒരു ലോറിനെ തള്ളാനുള്ള അണ്ടർ കറന്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ലോറി അവിടെ തന്നെ കിടക്കാനാണ് സാധ്യത. പക്ഷേ ഇത് ഓൾമോസ്റ്റ് ലൈക്ക് 20 to 30 മീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹെവി ഡെപ്ത് ആണത്. ആ ഡെപ്തിലോട്ട് നമ്മളിപ്പം പുറത്തു നിന്നുകൊണ്ട് നിന്നുകൊണ്ട് ആ നിൽക്കുന്ന ബേസിന്റെ അടിയിലത്തെ മണ്ണിനെയാണ് നമ്മൾ പുറത്തോട്ട്. പക്ഷെ അത് വലിച്ചു കഴിഞ്ഞാൽ ഈ JCBയുടെ വെയിറ്റ് കാരണം ഈ മണ്ണ് പോലും താഴത്തോട്ടങ്ങ് പോയി ഈ റോഡ് ഇടിഞ്ഞ് താഴത്തോട്ടങ്ങ് പോകും. അപ്പം അത് പ്രാക്ടിക്കൽ അല്ല. അത് പിന്നീട് എന്തെന്ന് വെച്ചാൽ പിന്നെ ഇൻഡസ്ട്രിയൽ ക്രെയിൻസ് എല്ലാം കൊണ്ടുവന്നുകൊണ്ട് അത് വളരെയധികം ടീഡിയസ് ആയിട്ടുള്ളൊരു പണിയാണത്. അപ്പൊ ഇത് അൺഫോർച്ചുനേറ്റ് ആണ്. ഇത്രയും വലിയൊരു ഒഴുക്കും അതിനനുസരിച്ചുള്ള അണ്ടർ കറണ്ടും അതിനേക്കാൾ കൂടുതൽ വരുന്ന സമയത്ത് നമ്മുടെ ഈ സെർച്ച് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വെയിറ്റ് ഫോർ ദ നാച്ചുറൽ ഒരു ശമനം വരിക എന്ന് പറയില്ലേ, അത് ആ ശമനം വരുന്നവരേക്ക് നമ്മൾ വെയിറ്റ് ചെയ്ത്. പക്ഷെ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ സന്നദ്ധരായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു അണ്ടർ കറണ്ടും അപ്പർ കറണ്ടും ഒന്ന് ബാലൻസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമാൻഡോസിന് താഴത്തേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും. ചെന്ന് കഴിഞ്ഞ് ബോഡി കോണ്ടാക്ട് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബോഡി കോണ്ടാക്ട് എന്ന് പറയുന്നത് ഈ പോകുന്ന ആളും ഈ ലോറി അല്ലെങ്കിൽ അർജുന്റെ ലോറി ആയിട്ടുള്ള ബോഡി കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇനി എന്ത് എന്നുള്ളത്. ഇത് ഇപ്പോഴും നമ്മൾ എയറിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഊഹങ്ങളാണത്. അപ്പൊ അവിടെ സാധനം ഉണ്ടെന്നുള്ളത് നമുക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൺഫർമേഷൻ ഇതുവരെയും ഇന്ദ്രപാലം തന്നിട്ടില്ല. ഓക്കെ, ഇനി മറ്റൊന്ന്, ഈ ലോറി അത് തലകീഴായാണ് കിടക്കുന്നത് എന്നുള്ളതാണ് സോണാർ ഇമേജിൽ വ്യക്തമാവുന്നത്. അപ്പോൾ ഈ തലകീഴായി കിടക്കുന്നത് വെല്ലുവിളിയാകുന്നുണ്ടോ ഈ ദൗത്യ സംഘത്തിന്? ഓബ്വിയസ്ലി, കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ റോഡ് മുകളിൽ നിന്ന് വന്നിരുന്ന ഇത്രയും മാസീവ് ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് ആ ഒരു ഫോഴ്സിൽ ലോറിയുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനേക്കാൾ കൂടുതലായതുകൊണ്ട് അവനെ അങ്ങ് തള്ളി അങ്ങ് നീക്കിയിരിക്കുകയാണ്. അപ്പൊ അത് റോഡിൽ നിന്ന് പുഴയിലോട്ടുള്ള ആ സ്ലാൻഡിങ്ങിലോട്ട് വന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും ആ വീലിന്റെ സൈഡിൽ പോലും പ്രഷർ വന്നുകൊണ്ട് ആ തലകീഴായിട്ട് അങ്ങ് വീണ് കാണും.
വീണ് പോയതിനു ശേഷം പിന്നെ നേരെ ബോഡി ഇത് ഈ ലോറി കോണ്ടാക്ട് ചെയ്യുന്ന വെള്ളത്തിലേക്കാണ്. ആ വെള്ളത്തിന്റെ കോണ്ടാക്ട് കാരണം പിന്നീട് ലോറിക്ക് മറിയാനുള്ള സാധ്യതയില്ല. അപ്പൊ അത് ആ തലകീഴാൻ തൂക്കായിട്ടാണ് വെള്ളത്തിലോട്ട് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ഇങ്ങ് പോവത്. പിന്നെ ഈ അണ്ടർ കറന്റിന്റെ കാരണം കൊണ്ട് മാത്രം കുറച്ച് അങ്ങോട്ടും മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതും പോയി കഴിഞ്ഞാൽ ഒരു 10 മീറ്ററോ 20 മീറ്ററോ പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ ബോഡി ഈ ലോറിയുടെ ഇത്രയും വെയിറ്റ് ഉള്ളത് കൊണ്ട് അധിക ദൂരം പോകാൻ സാധ്യതയില്ല. ഓക്കെ, അങ്ങനെയാണ് സാഹചര്യം. എന്നാലും താങ്ക് യു സോ മച്ച് മേജർ രവി പ്രതികരിച്ചെന്നാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇന്ന് വൈകിട്ട് 4 മണി വരെയെങ്കിലും റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അദ്ദേഹത്തിന്റെ ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അത് ദൗത്യത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു, അദ്ദേഹത്തിന്റെ ബാറ്ററി ചാർജ് അത് നിലനിർത്തേണ്ട സാഹചര്യമുണ്ട് എന്ന് അദ്ദേഹം തന്നെ നേരിട്ട് അറിയിക്കുന്നതാണ്. അതാണ് മേജർ രവി പ്രധാനമായും പറയാൻ ഉദ്ദേശിച്ചത്. ന്യൂസ് 18 മറ്റു മാധ്യമങ്ങൾക്കും അത് മാതൃകയാക്കാമെന്ന് തോന്നുന്നു.